ഹലോ എവ്രി വൺ, വെൽക്കം ടു ദിശ അക്കാഡമി. അങ്ങനെ ഫൈനലി നമ്മൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂസായ ALPയുടെ ടയർ 1 റിസൾട്ട് ഔട്ട് ആയിട്ടുണ്ട്. പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക, ALPയുടെ മുംബൈ സോണിലേക്കുള്ള റിസൾട്ടാണ് ഇപ്പോൾ അവർ റിലീസ് ചെയ്തിരിക്കുന്നത്. തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ചെന്നൈ, തിരുവനന്തപുരം പോലെയുള്ള ബാക്കി എല്ലാ സോണിലേക്കുള്ള റിസൾട്ടും അവർ ഔട്ടാക്കും എന്നുള്ളൊരു കാര്യമാണ് ഇതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ മുംബൈ സോണാണ് നിങ്ങൾ പ്രിഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റിസൾട്ട് പ്ലസ് നിങ്ങളുടെ കട്ട് ഓഫ് അവർക്ക് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. RRB മുംബൈ എന്ന് പറയുന്ന വെബ്സൈറ്റിലാണ് അവരിപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നത്, പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. RRBmumbai.gov.in എന്ന് പറഞ്ഞ വെബ്സൈറ്റ് അടിച്ച് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ റിസൾട്ട് കയറി കാണാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതിന്റെ കട്ട് ഓഫ് കാര്യങ്ങൾ നോക്കാം. നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ഒരു കട്ട് ഓഫ് തന്നെയാണ് ഇതിൽ വന്നിരിക്കുന്നത്, മുംബൈ സോണിലേക്ക് വന്നിരിക്കുന്നത്. കാരണം ഒരുപാട് വാക്കൻസിയും അതുപോലെ തന്നെ ഒരുപാട് ആപ്ലിക്കേഷനും നടന്ന ഒരു സോണാണ് മുംബൈ. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു കട്ട് ഓഫ് തന്നെയാണ് അവർ അതിലേക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. മുംബൈ മാത്രമേ വിളിച്ചിട്ടുള്ളൂ. മുംബൈ ആണ് നിങ്ങളുടെ സോണെങ്കിൽ നിങ്ങൾ ഉടനെ കയറി ചെക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ RRBmumbai.gov.in എടുക്കുമ്പോൾ ഇവിടെ താഴോട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് മെസ്സേജസ് എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ കിടക്കുന്നതിൽ നമ്മുടെ ഏതാണ് ALP പോസ്റ്റ് ആണ്, CEN 1/2024 ALP പോസ്റ്റിന്റെ പുതിയ അപ്ഡേറ്റ് എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അപ്ഡേറ്റ് ആയിട്ടാണ് വരുന്നത് കേട്ടോ. ഇപ്പോൾ സൈറ്റൊക്കെ കുറച്ച് ബിസി ആയിരിക്കും, കാരണം എല്ലാവരും ചെക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ കുറച്ച് ബിസി ആയിരിക്കും. അത് നിങ്ങൾ മനസ്സിലാക്കിക്കോളാം. ഓക്കെ, ജസ്റ്റ് ഒന്നും കൂടെ നോക്കാം നമുക്ക്. റെയിൽവേയുടെ മുംബൈ വെബ്സൈറ്റിലാണ് കേട്ടോ നമ്മളിപ്പോൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. റിസൾട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇത് എവിടെ കാണുന്നുണ്ടോ? ക്ലിക്ക് ഹിയർ ടു വ്യൂ റിസൾട്ട് ആൻഡ് കട്ട് ഓഫ് ഫോർ ALP CEN 1/2024. അതായത് 2024 നമ്മൾ എഴുതിയ ALPയുടെ റിസൾട്ട് ആണ് അവർ എന്ത് ചെയ്തിരിക്കുന്നത്, അനൗൺസ് ചെയ്തിരിക്കുന്നത്. എന്ന് 26/2/2025 ഇപ്പോൾ വന്നതേ ഉള്ളൂ. അപ്പോൾ അത് എവിടെ കണ്ടോ? ക്ലിക്ക് ടു വ്യൂ റിസൾട്ടും ഉണ്ട്, ക്ലിക്ക് ടു വ്യൂ കട്ട് ഓഫ് ഉണ്ട്. ആദ്യം നമുക്ക് കട്ട് ഓഫ് എത്രയാണെന്ന് നോക്കാം. കാരണം നിങ്ങൾ എല്ലാവരും അറിയാൻ കാത്തിരിക്കുന്ന ഒരു മെയിൻ കാര്യം അത് തന്നെയാണ്. കട്ട് ഓഫ് മുംബൈയുടെ കട്ട് ഓഫ് ആണ്. നമുക്ക് മുംബൈയുടെ കട്ട് ഓഫ് വെച്ച് ബാക്കിയുള്ളതിനെ താരതമ്യപ്പെടുത്താൻ പറ്റില്ലെങ്കിൽ പോലും എത്രയാണ് കട്ട് ഓഫ് വന്നതെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, ALPയുടെ കട്ട് ഓഫ് വന്നാൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. 57 കട്ട് ഓഫ് വരുന്നത് കേട്ടോ. 57 കട്ട് ഓഫ് വന്നിട്ടുള്ളത്. SC ST ഒക്കെ ഡിഫറൻസ് ആണ്. വെബ്സൈറ്റ് കിട്ടാൻ കുറച്ച് ടൈം എടുക്കും കേട്ടോ. നോക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ എന്തായാലും ALPയുടെ കണ്ടല്ലോ, നോർമലൈസ്ഡ് സ്കോറും കൂടെ കഴിഞ്ഞിട്ടുള്ള നിങ്ങളുടെ കട്ട് ഓഫ് CBT 2ലേക്ക് ക്ലിയർ ചെയ്യുന്നതിൻ്റെ കട്ട് ഓഫ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. CBT 2 ഡേറ്റ് അനൗൺസ് ചെയ്ത കാര്യം നിങ്ങൾ അറിഞ്ഞു കാണും. 19-20 ദിവസങ്ങളിലാണ് ALP ടയർ 2 നടക്കാൻ പോകുന്നതെന്ന് അവർ ഓൾറെഡി അനൗൺസ് ചെയ്ത കാര്യമാണ്. അപ്പോൾ എല്ലാവരും ചോദിച്ചതാണ് റിസൾട്ട് അനൗൺസ് ചെയ്യാതെ എങ്ങനെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സാം ഡേറ്റ് നടത്താൻ പറ്റുമെന്നുള്ളൊരു കാര്യം ചോദിച്ചു. പക്ഷെ എന്താണ്, അവർ കൃത്യമായി തന്നെ റിസൾട്ട് റിലീസ് ചെയ്തിട്ടുണ്ട്. UR കാറ്റഗറിക്ക് ഓപ്പൺ റിസർവേഷൻ ഉള്ളവർക്ക് എല്ലാവർക്കും എന്താണ് 57 മിനിമം സ്കോർ അവർ ഫിക്സ് ചെയ്തിരിക്കുന്നത്, കട്ട് ഓഫ് കൊടുത്തിരിക്കുന്നത്. SC ആണെങ്കിൽ 36, ST ആണെങ്കിൽ 30, OBC ആണെങ്കിൽ 44, EWS ആണെങ്കിൽ 40 മാർക്ക്. അത്യാവശ്യം നല്ലൊരു കട്ട് ഓഫ് ആണ് UR കാൻഡിഡേറ്റ്സിന്. ജനറൽ കാൻഡിഡേറ്റ്സ് വന്നിട്ടുള്ളത് 57 വന്നിട്ടുള്ളത് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. എക്സ് സർവീസ് മാന് പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. UR-നാണെങ്കിൽ 40, SC ആണെങ്കിൽ 40, OBC ആണെങ്കിൽ 31 എന്നുള്ള രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് മുംബൈ സോണിലെ കട്ട് ഓഫ് ആണ് കേട്ടോ. മുംബൈ സോണിലെ കട്ട് ഓഫ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ALP മുംബൈ ആണ് വെച്ചതെങ്കിൽ ശ്രദ്ധിക്കുക, മുംബൈയുടെ കട്ട് ഓഫ് ആണ് 57 UR-നും അതുപോലെ OBC ആണെങ്കിൽ 44 എന്നുള്ളൊരു കാര്യം. അത് നിങ്ങൾ കയറി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ അടുത്ത കാര്യം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, 19-20 ദിവസങ്ങളിലാണ് നമ്മുടെ ഈ ഒരു സംഭവം നടക്കുന്നതെന്നുള്ളൊരു കാര്യം അവർ പറഞ്ഞിരുന്നു. ഇപ്പം ജെയുടെ കട്ട് ഓഫ് വന്നിട്ടില്ല, അല്ലെങ്കിൽ റിസൾട്ട് ഔട്ട് ആയിട്ടില്ല എന്ന് പറഞ്ഞ് ജെയ്ക്ക് വേണ്ടി ലാഗ് അടിക്കരുത്. ടയർ 2 ടെക്നിക്കൽ പേപ്പറാണ്. ടെക്നിക്കലിന് വേണ്ടി നന്നായിട്ട് തന്നെ ശ്രമങ്ങൾ നടത്തിക്കോളുക. ഇനി റിസൾട്ട് നോക്കുന്ന പേജിലേക്ക് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ടു വ്യൂ റിസൾട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ PDF ഓപ്പൺ ആവും. നിങ്ങളുടെ റോൾ നമ്പർ, നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അതിൽ എന്ത് ചെയ്യും, അവർ കൊടുത്തിരിക്കും. ഇപ്പോൾ ഇവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, 25/11 നടത്തിയ എക്സാമിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അതൊക്കെ നിൽക്കട്ടെ. സെക്കൻഡ് സ്റ്റേജ് എക്സാമിനേഷനൊക്കെ ഷോർട്ട് ലിസ്റ്റഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിൻ്റെ നെയിമാണ് കേട്ടോ. 19-20 എന്ന് തന്നെ അവർ സൂചിപ്പിച്ചിട്ടുണ്ട്. 19-20 ദിവസങ്ങളിലാണ് ALP നടക്കാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം വ്യക്തമായി തന്നെ അവരെടുത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, 19-20 ഡേയ്സിൽ. ഓക്കെ, അത് മാത്രമല്ല, നിങ്ങൾക്ക് ഇനി ഇൻഡിവിജ്വൽ റിസൾട്ടോ സ്കോറോ അറിയണമെങ്കിൽ 27/2/2025, അതായത് നാളെ എത്ര മണിക്ക് നോക്കണം, 3 മണി തൊട്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാനാണ് പറയുന്നത്, ഇൻഡിവിജ്വൽ സ്കോർ അറിയണമെങ്കിൽ. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന ലിസ്റ്റ് അനുസരിച്ച് നിങ്ങളുടെ റോൾ നമ്പർ ഇതിനകത്തുണ്ടോ, നിങ്ങളുടെ നമ്പർ ഇതിനകത്തുണ്ടോ എന്ന് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. മുംബൈ സോണിൽ അപ്ലൈ ചെയ്തതാണെങ്കിൽ അവരുടെ റിസൾട്ടാണ് വന്നിട്ടുള്ളത്. അതൊന്ന് കൃത്യമായി തന്നെ ഒന്ന് എന്ത് ചെയ്യുക, സെർച്ച് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ മനസ്സിലാക്കിക്കോളുക, മുംബൈ സോണിൻ്റെ കട്ട് ഓഫ് വന്നു, റിസൾട്ടും വന്നു. അപ്പോൾ ഇനി വൈകാതെ തന്നെ ബാക്കി എല്ലാ സോണിൻ്റെയും കട്ട് ഓഫും റിസൾട്ടും എല്ലാം അവർ
ഔട്ട് ആക്കിയിരിക്കും. അതുകൊണ്ട് എക്സാം മാറ്റി വയ്ക്കുമോ എന്നുള്ളൊരു ഡൗട്ട് നമ്മുടെ മൈൻഡിൽ എല്ലാവർക്കും ഉണ്ട്. പക്ഷേ മാറ്റി വെക്കാൻ ചാൻസ് വളരെ കുറവാണ്. അവരുടെ ലിമിറ്റഡ് ടൈമിൽ അവരെല്ലാം എന്ത് ചെയ്യും, പബ്ലിഷ് ചെയ്ത് കൃത്യമായി തന്നെ നടത്തി പോകാനാണ് അവരുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഒട്ടും വൈകിക്കേണ്ട. ടെക്നിക്കൽ പേപ്പറിന് വേണ്ടിയായിട്ട് കൃത്യമായി തന്നെ പഠിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊള്ളുക. 19, 20-നാണ് ALP JEE നടത്തുന്നത്. ശരിയാണ്, രണ്ടും 2 എക്സാമുകളാണ്. 2 സ്ഥലത്ത് വെച്ചായിരിക്കും നിങ്ങൾ ചിലപ്പോൾ സോൺ കൊടുത്തിരിക്കുന്നത്. ചില മാറ്റങ്ങൾ ഉണ്ടാവുമായിരിക്കും. എന്നാലും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ALP Tier 2 ആയിക്കോട്ടെ, JEE Tier 2 ആയിക്കോട്ടെ, നിങ്ങൾക്ക് അടുത്തു എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ടെക്നിക്കൽ പേപ്പറിൻ്റെ കാര്യങ്ങൾ കൃത്യമായി തന്നെ നോക്കി മുന്നോട്ട് പോകാനായിട്ട് നോക്കുക. നിങ്ങളുടെ പ്രതീക്ഷയ്ക്ക് ഒത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായി പഠിച്ചു കയറാനായിട്ട് നോക്കുക. ഇനി അടുത്ത ALP അല്ലെങ്കിൽ JEE എന്നാണെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ മാക്സിമം നന്നായിട്ട് എന്ത് ചെയ്യുക, പഠിച്ച് മുന്നേറാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. ഈ ഒരു കാര്യമാണ് നമ്മൾ ഈ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മുംബൈയുടെ ആണ് വന്നിട്ടുള്ളത്. വൈകാതെ തന്നെ എല്ലാ സോണിലേക്കും വരും. അതിന് വേണ്ടിയായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. എന്തായാലും ഇതിൻ്റെ PDF നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ കമൻറ്റ് സെക്ഷനിലോ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ടെലഗ്രാമിലോ നിങ്ങൾക്ക് വേണ്ടിയായിട്ട് പിൻ ചെയ്തിരിക്കാം കേട്ടോ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. ചെക്ക് ചെയ്യുക, നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. താങ്ക്